ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സദ്യ സ്റ്റൈലിൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് അവിയൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്കിനി നമ്മുടെ അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ചേനയും കായയും അതുപോലെ തന്നെ വെള്ളരിക്കയാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവിയലിലേക്ക് ഈ 3 ഐറ്റമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് എടുക്കുന്ന പച്ചക്കറികളെല്ലാം ഇതിൻ്റെ പകുതി അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എന്ന് പറയുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുരിങ്ങക്കായ, പടവലങ്ങ, അതുപോലെ തന്നെ പയർ. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി അളവിലാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്യരുത്. ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് വെന്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. ഇനി നമുക്ക് അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ ഒരു 1/4 ഭാഗത്തോളം ചെറുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വെളുത്തുള്ളിക്ക് പകരമാക്കിയിട്ട് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കാറ് അവിയലിൽ. അപ്പോൾ നിങ്ങൾക്ക് ചുവന്നുള്ളിയാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ ചുവന്നുള്ളി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ മിക്സിയുടെ ആ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് തോരനൊക്കെ നമ്മൾ ഇടുന്ന പോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒതുക്കിയെടുക്കാമെന്നൊക്കെ പറയില്ല, അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുത്തത്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് നല്ല ചൂടുഭാഗം നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം ആയാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നല്ലതാണിത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കായയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ വേവിച്ചെടുക്കാനായിട്ട് അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് തൈരും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതായത് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന ഈ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.